ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. നമ്മൾ 10th പ്രിലിംസിന് വേണ്ടി ഒരു 30 ഡേയ്സ് ചലഞ്ച് ചെയ്യുന്നുണ്ടല്ലേ. അപ്പം നമ്മളിതുവരെ മാത്സിൻ്റെ ക്ലാസ്സസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മാത്സിൻ്റെ ക്ലാസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് മാത്സിൻ്റെ ക്ലാസ് ചെയ്യുവാണ്. നമ്മൾ മാത്സിൻ്റെ ക്ലാസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സിലബസിലുള്ള ഓരോ ടോപ്പിക് എടുക്കുന്നു. ആ ടോപ്പിക്കിൻ്റെ അകത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ആ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരു ടൈപ്പ് അങ്ങനെ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദിച്ചിട്ടുള്ള PYQ മാത്രം എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അല്ലാണ്ട് നമ്മൾ ഫുള്ളായിട്ട് അതെങ്ങനെയാണ് ഒരു ടോപ്പിക് എടുക്കുന്നു, അതിൻ്റെ കീഴിലുള്ള മൊത്തം കാര്യങ്ങളും വിവരിക്കുന്നു, അങ്ങനെയല്ല. ഒരു ടോപ്പിക് എടുക്കുന്നു, അതിൻ്റെ നിന്ന് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് സംഖ്യകളും അടിസ്ഥാന ക്രിയകളിൽ നിന്ന് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ആദ്യ 50 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? n എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ ഇക്വേഷൻ ഉണ്ട്, n × n+1/2. എന്താണ്? n × n+1/2. അപ്പോൾ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ n എത്രയാ? 50. അപ്പോൾ 50 × 51 / 2 = 1275. ഒന്നുകൂടെ പറയാം, ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക കാണാനാണ്. തുക കാണാനുള്ള ഇക്വേഷനാണ് n × n+1/2. n × n+1/2. അത് ചെയ്യുന്നത് n എന്ന് പറയുന്നത് നമുക്ക് എത്ര സംഖ്യകളുടെ തുകയാണോ കാണാൻ പറഞ്ഞേക്കുന്നത്, അതാണ് നമ്മളിവിടെ n എന്ന് സൂചിപ്പിക്കുന്നത്, നമ്പർ ഓഫ്. അപ്പോൾ 50 എണ്ണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ 50 × 51 / 2 = 1275 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഒരെണ്ണൂടെ നോക്കാം. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ആ n × n+1/2 ഇട്ടൊന്ന് ചെയ്ത് നോക്കിയേ, എന്നിട്ട് ആൻസർ ഒന്ന് നോക്കണം. അപ്പോൾ എങ്ങനെയാണ്? ആദ്യത്തെ 100 എണ്ണൽ സംഖ്യയുടെ തുക കാണാൻ n × n+1/2 ഇട്ട് ചെയ്യുന്നു. എങ്ങനെയാ? 100 × 101 / 2 എത്ര കിട്ടും? 5050. അപ്പം n × n+1/2 ഇട്ട് ചെയ്യാൻ എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്നതിനാണ്. എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ n × n+1/2. ഇനി നമുക്ക് ഇച്ചിരി ഒന്ന് മാറ്റി ചോദിച്ചാൽ എങ്ങനെ ചെയ്യും നോക്കാം. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ നമുക്ക് മറ്റൊരു ഇക്വേഷനാണുള്ളത്, n × n+1. നമ്മൾ മുമ്പേ n × n+1/2 എന്ന് എടുത്തില്ലേ, ആ 2 വേണ്ട, n × n+1. n × n+1. ആദ്യം 50 എണ്ണൽ സംഖ്യകളുടെ തുക കാണാനൊക്കെ പറഞ്ഞപ്പം എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n × n+1/2. എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് n × n+1/2. ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ n × n+1. n × n+1. അപ്പോൾ എങ്ങനെ ചെയ്യും? ആദ്യത്തെ 50 ഇരട്ട സംഖ്യ എന്നാ ചോദിച്ചിട്ടുള്ളത്. ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ എന്നാ? 2, 4, 6, 8. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്നാ? 1, 2, 3, 4, 5 അങ്ങനെ പോകുന്ന എല്ലാ സംഖ്യകളും, ഒന്നിൽ ആരംഭിക്കുന്ന എല്ലാ പൂർണ്ണസംഖ്യകളും എന്താണ്? എണ്ണൽ സംഖ്യയാണ്. ഇരട്ട സംഖ്യ എന്താണെന്നറിയാലോ? ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാൻ കഴിയുമെങ്കിൽ, അല്ലെ 2, 4, 6, 8 എന്ന് ഓർത്തിരുന്നാൽ മതി. അതാണ് ഇരട്ട സംഖ്യ. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക കാണാനായിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? n × n+1 ഇട്ട് ചെയ്യുന്നു. എങ്ങനെ ചെയ്യും? 50 × 50+1. അപ്പോൾ എത്ര വരും ആൻസർ? 50 × 50+1 എന്ന് പറഞ്ഞാൽ 50 × 51. എത്രയായിരിക്കും ആൻസർ കിട്ടുക? 2550. എത്രയാണ് ആൻസർ? 2550. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുക, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. നമ്മൾ പറയുന്ന ആൻസർ കേട്ടോണ്ടിരിക്കരുത്. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ആ ഇക്വേഷൻ ഇട്ടിട്ട് ആദ്യത്തെ എന്നായിരുന്നു ഇരട്ട സംഖ്യകളുടെ തുക? n × n+1/2. അപ്പോൾ എത്ര വരും? n × n+1 ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും 25 × 26 = 615. 650 എന്ന് ആൻസർ കിട്ടും. ഇവിടെ n എത്രയാ? 25. ഇനി വേറൊരു മോഡൽ. ഇപ്പം നമ്മൾ ഇരട്ട സംഖ്യ പറഞ്ഞു, എണ്ണൽ സംഖ്യ പറഞ്ഞു, ഇനി ഒറ്റ സംഖ്യ. ഒറ്റ സംഖ്യ എന്താണെന്ന് അറിയാലോ അല്ലേ? ഒരു സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ലെങ്കിൽ ആ സംഖ്യ ഒറ്റ സംഖ്യ എന്ന് പറയും. 1, 3, 5, 7, 9 അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 1, 3, 5, 7 എന്നൊക്കെ പറയുന്നതാണ് ഒറ്റ സംഖ്യ. അപ്പോൾ ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? അപ്പോൾ നമ്മൾ ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്നായിരുന്നു? n × n+1/2. ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ ഇവിടെ നമ്മൾ മുമ്പേ ഇരട്ട സംഖ്യയുടെ തുക കാണാനായിട്ട് നമ്മൾ ആ 2 വെട്ടിക്കളഞ്ഞില്ലേ, ഇവിടെ ആ ബാക്കിയുള്ളതോടെ ആ ഫ്രണ്ടിൽ n × n+1ൻ്റെ അകത്ത് n+1 അങ്ങ് വെട്ടിക്കളഞ്ഞാൽ ഇതിൻ്റെ ആൻസറായി n². എന്താണ് ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ? n².
അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. എണ്ണൽ സംഖ്യകളുടെ തുക n ഇൻറ്റു n പ്ലസ് 1/2, ഇരട്ടസംഖ്യകളുടെ തുക n ഇൻറ്റു n പ്ലസ് 1, ഒറ്റസംഖ്യകളുടെ തുക n സ്ക്വയർ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നു ആദ്യത്തെ 30 ഒറ്റസംഖ്യകളുടെ തുക എത്ര. അതെങ്ങനെ കാണും? ഒന്നുമില്ല, ആ തന്നേക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കണ്ടാൽ മതി. ഇവിടെ തന്നേക്കുന്ന n എത്രയാ? 30. അപ്പം 30ൻ്റെ സ്ക്വയർ 900. അപ്പോൾ 900 ആണ് ആൻസർ. നമുക്കിതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. ആദ്യ 75 ഒറ്റസംഖ്യകളുടെ തുക എത്ര? ആദ്യ 75 ഒറ്റസംഖ്യകളുടെ തുക എത്ര? നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയേ, എത്ര കിട്ടും ആൻസർ? ഇവിടെ n സ്ക്വയർ ചെയ്താൽ മതി, 75ൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. എത്ര ആൻസർ? 5625. 5625 ആൻസർ. ഇനി നമുക്ക് അടുത്ത ഒരു മോഡൽ നോക്കിയാലോ. ആദ്യത്തെ 6 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എത്ര? ആദ്യത്തെ 6 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എത്ര? അപ്പോൾ ഇത്രയും നേരം നമ്മൾ എണ്ണൽ സംഖ്യ, ഒറ്റസംഖ്യ, ഇരട്ടസംഖ്യയാണ്. ഇനി വർഗങ്ങളുടെ തുകയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക ചോദിച്ചാൽ, എണ്ണൽ സംഖ്യകളുടെ കേട്ടോ, അപ്പോൾ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക ചോദിച്ചാൽ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ഒന്നുമില്ല, വലിയ പാടായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു തവണ നമുക്ക് ഇക്വേഷൻ പഠിച്ചാൽ എളുപ്പമാണ്. നമ്മൾ എണ്ണൽ സംഖ്യയുടെ ഇക്വേഷൻ എന്നാ? n ഇൻറ്റു n പ്ലസ് 1/2. എന്തായിരുന്നു ഇരട്ടസംഖ്യകളുടെ? n ഇൻറ്റു n പ്ലസ് 1. ഒറ്റസംഖ്യയുടെ ആണെങ്കിൽ n സ്ക്വയർ. അത്രയും നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ എളുപ്പമാണ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക ചോദിച്ചാൽ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ ചെയ്യാൻ എളുപ്പമാണ്. n എത്രയാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് നിസ്സാരം ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ 6 എണ്ണൽ സംഖ്യയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ n എത്രയാ? 6. അപ്പോൾ 6 ഇൻറ്റു 6 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 6 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ഇത് ചെയ്യാൻ എളുപ്പമല്ലേ? ആദ്യം ബ്രാക്കറ്റ് കിടക്കുന്നത് ചെയ്യണം. അപ്പം 6 നമ്മൾ ഇറക്കി എഴുതി. 6 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 6 പ്ലസ് 1 എത്ര വരും? 6 പ്ലസ് 1 എന്നുള്ളത് എത്രയാ? 7. പിന്നെ 6 ഇൻറ്റു 2 12. 12 പ്ലസ് 1 30 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ എത്ര ആൻസർ കിട്ടും? ഇത് ചെയ്ത് വരുമ്പോൾ 91 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. അന്ന് നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇപ്പം നമ്മൾ 6 അല്ലേ ചെയ്തേ. ആദ്യത്തെ 12 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുകയൊന്ന് കണ്ടുപിടിച്ചേ. ആദ്യത്തെ 12 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എങ്ങനെ കാണും? ഇക്വേഷൻ എന്താ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. എത്ര കിട്ടും ആൻസർ? അപ്പോൾ ഇവിടെ n 12 ആണ്. അപ്പോൾ 12 എടുക്കുന്നു. 12 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 12 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. അപ്പം നമുക്ക് ബ്രാക്കറ്റിൽ ആദ്യം ചെയ്യാം. 12 പ്ലസ് 1 എത്രയാ? 13. അപ്പോൾ 12 എടുത്ത് എഴുതി. 12 ഇൻറ്റു 30 ഇൻറ്റു 25. 2 ഇൻറ്റു 12 എത്രയാ? 24 പ്ലസ് 1 25 ഡിവൈഡഡ് ബൈ 6. ആൻസർ എത്ര കിട്ടും? 650. ഓക്കെ, ഇപ്പോൾ ചോദിച്ചത് എന്താണ്? എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുകയാണ്. ഇനി ക്യൂബ് ചോദിച്ചാലോ? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക എത്ര? ഇങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇവിടുത്തെ ഇക്വേഷൻ ചെറിയൊരു വ്യത്യാസമുണ്ട്. n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. അത് നമുക്ക് മുമ്പേ എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ തന്നെ. n ഇൻറ്റു n പ്ലസ് 1/2 അത്ര അറിയാലോ. പിന്നെ ഒരു ഹോൾ സ്ക്വയർ കൂടെ കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പം ക്യൂബിൻ്റെ കാണാനായിട്ട് എളുപ്പമുണ്ട്. നമുക്ക് ഇച്ചിരി ഒരു ടഫായിട്ട് തോന്നുന്ന എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക കാണാനാ ഇത് എളുപ്പമാണ്. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുക ചോദിച്ചാൽ നമ്മുടെ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ഇല്ലേ? n ഇൻറ്റു n പ്ലസ് 1/2. അതിൻ്റെ കൂടെ ഒരു ഹോൾ സ്ക്വയറും കൂടെ കൊടുത്താൽ മതി. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1/2 ഹോൾ സ്ക്വയർ ആണ് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക കാണുന്നത്. അപ്പോൾ ഇവിടെ എത്ര ചോദിച്ചേ? 10 ചോദിച്ചത്. അപ്പോൾ അതങ്ങനെ ചെയ്യും. 10 ഇൻറ്റു 10 പ്ലസ് 1 എന്ന് പറയുന്നത് 11 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. അപ്പോൾ എത്രയായിരിക്കും ആൻസർ വരുന്നത്? 55 സ്ക്വയർ എന്ന് വരും. ആൻസർ എത്ര കിട്ടും? 3025 എന്ന് കിട്ടും. 3025 എന്നായിരിക്കും നമ്മുടെ ആൻസർ കിട്ടുന്നത്. ഇവിടെ n നമ്മൾ 10 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അടുത്തൊരു ചോദ്യം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയേ. ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക എത്ര? ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക എത്ര? അതെങ്ങനെ ചെയ്യും? അതേ ഇക്വേഷൻ തന്നെ ഇടുന്നു. n ഇൻറ്റു n പ്ലസ് 1/2 ഹോൾ സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ n എത്രയാ? 5. 5 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്ര വരും? 50 സ്ക്വയർ എന്ന് വരും. അതിൻ്റെ ആൻസർ എത്ര കിട്ടും? 50 സ്ക്വയർ എത്രയാണ്? 15 സ്ക്വയർ 225. അപ്പോൾ അതിൻ്റെ ആൻസർ 225. ഇനി PSC എപ്പോഴും ചോദിക്കാറുണ്ട് വലിയ ഭിന്നസംഖ്യ ഏത്, ചെറിയ ഭിന്നസംഖ്യ ഏത്? അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ വലിയ ഭിന്നസംഖ്യ ഏത്?
നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള താഴെ തന്നിരിക്കുന്ന ഈ വലിയ ഭിന്നസംഖ്യ ഏത്? എത്രയായിരിക്കും? നമുക്ക് തന്നിട്ടുള്ള 2/7, 3/7, 5/7, 4/7. ഇതിൻ്റെ അകത്ത് ഏതായിരിക്കും ആൻസർ? 5/7 ആണ് ആൻസർ. എങ്ങനെ കിട്ടിയെന്നല്ലേ? ഭിന്നസംഖ്യകൾക്ക് ഒരേ ഛേദം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ. അപ്പോൾ ഭിന്നസംഖ്യകൾക്ക് ഒരേ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ആണെങ്കിൽ അംശം എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ. ഇപ്പം നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ചവർക്ക് ഛേദം അംശം എന്നൊക്കെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ, ഛേദം എന്ന് പറയുന്നത് ഡിനോമിനേറ്ററും അംശം എന്ന് പറയുന്നത് ന്യൂമറേറ്ററും. അപ്പോൾ ഭിന്നസംഖ്യകൾക്ക് ഒരേ ഛേദമാണെങ്കിൽ അംശം വലുതായിട്ടുള്ള ആ ഒരു സംഖ്യയായിരിക്കും വലിയ സംഖ്യ. അംശം വലുതായിട്ടുള്ളതായിരിക്കും വലിയ ഭിന്നസംഖ്യ. ഈ ഛേദം എന്ന് പറയുന്നത് താഴത്തെയും അംശം എന്ന് പറയുന്നത് മേളിലത്തെയാണ്. അപ്പോൾ അംശം ഇതിനകത്ത് ഏതാണ് വലുത്? ഇപ്പോൾ 2, 3, 5, 4 ഇതിലേതാ വലുത്? 5 അല്ലേ വലുത്. അപ്പോൾ ആ ഭിന്നസംഖ്യ ആയിരിക്കും ഏറ്റവും വലിയ സംഖ്യ. അപ്പം നമ്മളത് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും വലിയ ഭിന്നസംഖ്യ കാണാൻ ഛേദം എല്ലാം ഒരുപോലെ കൊടുത്തേക്കുന്നെങ്കിൽ അംശം നോക്കുക, അംശത്തിൽ ഏറ്റവും വലുത് ഏതാണോ അതായിരിക്കും വലിയ ഭിന്നസംഖ്യ. ഇനി അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ വലിയ ഭിന്നസംഖ്യ ഏത്? ഇത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചേ. 5/9, 7/9, 4/9, 2/9. ഒന്നുമില്ല. എത്ര ആൻസർ? 7/9. എന്തുകൊണ്ടാ? ഛേദം ഒരുപോലെയാ, എല്ലാം 9 തന്നെയാണ്. അപ്പോൾ അംശം എത്രയായിരിക്കും? അംശം ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സംഖ്യ 7 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു മോഡൽ നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ വലിയ ഭിന്നസംഖ്യ. ഇപ്പം നമ്മൾ പറഞ്ഞത് ഛേദം ഒരുപോലെ വന്നാൽ, താഴത്തെ സംഖ്യകളെല്ലാം ഒരുപോലെ വന്നാലേ നമുക്ക് വലിയ ഭിന്നസംഖ്യ ആയിരിക്കും വലിയ ഭിന്നസംഖ്യ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഛേദം വ്യത്യാസമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ വലിയ ഭിന്നസംഖ്യ ഏത്? ഓപ്ഷൻ എ 7/9, ഓപ്ഷൻ ബി 7/11, ഓപ്ഷൻ സി 7/10, ഓപ്ഷൻ ഡി 7/8. ഇതിൻ്റെ അകത്ത് ഏതായിരിക്കും? 7/8 ആയിരിക്കും ആൻസർ. അതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ, ഭിന്നസംഖ്യകൾക്ക് ഒരേ അംശമാണെങ്കിൽ, ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ ഛേദം ഒരുപോലെയായിരുന്നു, ഇവിടെ അംശം ഒരുപോലെയാണ്. അംശം ഒരുപോലെയാണെങ്കിൽ ഛേദം ചെറുതായിട്ടുള്ളതായിരിക്കും വലിയ ഭിന്നസംഖ്യ. ഛേദം ചെറുതായിട്ടുള്ളത് നമ്മൾ മുമ്പേ പറഞ്ഞത്, ഒരേ ഛേദമാണെങ്കിൽ ഏറ്റവും വലിയ അംശം വരുന്നതായിരിക്കും വലിയ ഭിന്നസംഖ്യ. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഛേദം ഒരുപോലെയാണെങ്കിൽ അംശം ഒരുപോലെയാണ് തന്നിട്ടുള്ളതെങ്കിൽ ഛേദം ചെറുതായിട്ട് വരുന്നതായിരിക്കും വലിയ ഭിന്നസംഖ്യ. ഇവിടെ 9, 11, 10, 8. അതിൻ്റെ അകത്ത് ഏറ്റവും ചെറുത് ഏതാ? 8. അപ്പോൾ 7/8 ആയിരിക്കും ഇവിടെ ഏറ്റവും വലിയ ഭിന്നസംഖ്യ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്തേ. താഴെ തന്നിരിക്കുന്നതിൽ വലിയ ഭിന്നസംഖ്യ ഏത്? താഴെ തന്നിരിക്കുന്നതിൽ വലിയ ഭിന്നസംഖ്യ ഏതാണ്? 3/5, 3/7, 3/8, 3/4. അപ്പോൾ ഇവിടെയെല്ലാം എന്നാ പ്രത്യേകത? ഒരേ അംശമാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഛേദം ഏറ്റവും ചെറുതായിരിക്കും ഏറ്റവും വലിയ ഭിന്നസംഖ്യ. ഏതാണ് ഏറ്റവും ചെറുത്? 3/4. അപ്പോൾ 3/4 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്തൊരു മോഡൽ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ വലിയ ഭിന്നസംഖ്യ ഏത്? 4/7, 2/5, 3/4, 5/9. ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഛേദാംശം എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മളിപ്പോൾ ഉപയോഗിച്ച ട്രിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ കൊടുത്തിരിക്കുന്ന ഈ ഭിന്നസംഖ്യയുടെ എല്ലാം അംശത്തിൽ ഒരു 0 നൽകണം, എന്നിട്ടത് ഹരിക്കണം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് ശിഷ്ടമൊക്കെ വരത്തില്ല, ശിഷ്ടമൊന്നും കൂട്ടണ്ട. അല്ലാണ്ട് നമുക്ക് കിട്ടുന്ന മെയിൻ ആൻസർ ഇല്ലേ, അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. 4/7, 2/5, 3/4, 5/9. അപ്പോൾ 4/7 നമ്മൾ 40/7 എന്ന് എഴുതുന്നു, 2/5 20/5 എന്ന് എഴുതുന്നു, 3/4 30/4, എല്ലാത്തിലും ഒരു 0 കൊടുക്കുന്നു, 5/9 50/9 എന്ന് എഴുതുന്നു. ഇനി ഇത് ഹരിക്കുന്നു. അപ്പം 40/7 ചെയ്താൽ എത്ര കിട്ടും? 5 കിട്ടും. 20/5 4, 30/4 7, 50/9 5. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ കാണാൻ താഴെ കിട്ടിയേക്കുന്ന സംഖ്യയിലെ ഹരിച്ചതിൽ നമുക്ക് കിട്ടിയേക്കുന്ന ആ ഉത്തരത്തിൽ ഏറ്റവും വലുത് ഏതാണോ അതായിരിക്കും ഏറ്റവും വലിയ ഭിന്നസംഖ്യ. ഏതാത്? 7 ആണ് ഏറ്റവും വലിയ സംഖ്യ. അപ്പം 3/4 ആണ് ഏറ്റവും വലിയ ഭിന്നസംഖ്യ. ഓക്കെ, ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചെറിയ ഭിന്നസംഖ്യ ഏത്? അതും ഇതുപോലെ തന്നെ കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് താഴെ ഏറ്റവും ചെറിയ ആൻസർ ഏതാണോ, ഹരിക്കുമ്പോൾ ഏറ്റവും ചെറിയ ആൻസർ ഏതാണോ കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ. അപ്പോൾ എത്ര കിട്ടും? 3/7 ഉണ്ട്, 5/6 ഉണ്ട്, 8/9 ഉണ്ട്, 9/11 ഉണ്ട്. ഇതെങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ 30/7, 50/6, 80/9, 90/11. അപ്പോൾ ഇതിന് 30/7 ചെയ്യുമ്പോൾ 4, 50/6 ചെയ്യുമ്പോൾ 8, 80/9 ചെയ്യുമ്പോൾ 7, 90/11 ചെയ്യുമ്പോൾ 8. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏതാ? 4 ആണ്. 4 കിട്ടിയ
3/7 ആണ്. അപ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് മാർക്സ് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്നുള്ള ഈ വീഡിയോയുടെ പാർട്ട് 1 ആണ് ചെയ്തത്. പാർട്ട് 2 ഉടൻ തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയും കണക്കുകൾ നിങ്ങൾ പക്കയായിട്ട് പഠിച്ചു വെക്കുക. ഇനി കുറച്ച് മോഡൽസ് കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ PSC ഈ മോഡൽ വെച്ച് PSC ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്